ഏതൊരു ചെറിയ വീടും ഏതൊരു വമ്പം വീടും ദാ ഈ ഒറ്റ ഫോണിൽ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെയാ നമുക്ക് പറയാം. തേക്ക് മരം കൊണ്ടാണ് വീടിന്റെ പല ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവൻ പില്ലറാണെങ്കിലും വാളാണെങ്കിലും ഒരുപാട് ഏരിയ അല്ലേ. ഓ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടി. നമുക്ക് ഈ ഫോൺ വഴി ആപ്പ് വഴി എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ സ്വിച്ചുകളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ? എല്ലാം ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും വലിയൊരു പ്രെയർ സ്പേസ് പോലെ, ഒരു അമ്പലത്തിന്റെ നട തുറന്ന പോലെ അല്ലേ, ക്ഷേത്രത്തിന്റെ നട തുറന്ന പോലെ കുറെ വിഗ്രഹങ്ങളും. മെയിൻ ഡോർ ഓട്ടോമേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ. ഇവിടെ ബയോമെട്രിക് ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. 5 രീതിയിൽ നമുക്ക് ഈ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ, ഇവിടെ സെക്യൂരിറ്റിയുടെ പാർട്ടായിട്ട്. ഓക്കെ, അപ്പൊ പഴയ വീടാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ഓട്ടോമേഷൻ ചെയ്യാം. അതെ, അഡീഷണൽ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഒരു വൈഫൈ ഉണ്ടായാൽ മാത്രം മതി. ഏതൊരു ചെറിയ വീടും ഏതൊരു വമ്പം വീടും ദാ ഈ ഒറ്റ ഫോണിൽ ഇതുപോലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അത് എങ്ങനെയാ നമുക്ക് പറയാം. ഹോം ഓട്ടോമേഷൻ, ടെക്സ്മെൻ ഹോംസ്. അനന്ത് ബ്രോ, നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഹോം ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതെ. എവിടെയാണ് നിങ്ങളുടെ സ്ഥാപനം? നമ്മുടെ സ്ഥാപനം എരുമേലിലാണ്. എരുമേലി. അതെ അതെ, നമ്മൾ ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്, ഒരുപാട് വീടുകൾ ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീട്, ഒരു വലിയൊരു വീടാണ്, കാണാനും നല്ല ഭംഗിയുള്ള വീട് കേട്ടോ. അപ്പം ആ വീടിന്റെ ഉള്ളിലും ഇതുപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ബ്രോ ഒരു വീട്ടില്? നമുക്ക് ഒരു വീട്ടില് ഇലക്ട്രിക്കിന്റെ എന്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതായത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എന്തും ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരം എന്താണെങ്കിലും ചെയ്തു കൊടുക്കാം. അത് മൾട്ടിപ്പിൾ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ, നിങ്ങളുടെ കയ്യിൽ ഈ ഫോണ്, അതായത് ഈ വീടിന്റെ കൺട്രോൾ ആക്സസ് ഉണ്ട്. അതെ, ഫുൾ ആക്സസ് ഉണ്ട്. ഇപ്പൊ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ വീട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ഗേറ്റ് അടയ്ക്കുന്ന തൊട്ട്, അതെ, പുറത്തെ ലൈറ്റുകൾ ഓൺ ആക്കുന്ന തൊട്ട്, എൻട്രൻസ് ഓട്ടോമേഷൻ മുതൽ വീടിന്റെ കംപ്ലീറ്റ് എന്തൊക്കെ ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് ഓട്ടോമേറ്റ്. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരാഴ്ച മാറി നിൽക്കുവാണെങ്കിൽ ചെടിത്തോട്ടം നനയ്ക്കണം വരെ ഈ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ അതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, അത് തന്നെ ചെയ്തോളൂ. യെസ്, ഇതൊക്കെ നമ്മൾ പല വീടുകളും ഹോം ടൂർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ മൊത്തം കാണുക കേട്ടോ. അപ്പോൾ ബ്രോ, നമുക്ക് ഈ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറണം. ഓക്കെ, കോളിംഗ് ബെല്ലൊന്നും വെച്ച് വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല, വേണ്ട, നമുക്ക് തന്നെ കയറാം. അങ്ങനെ എല്ലാവരുടെയും പുറമേ നിന്ന് വരുന്ന എല്ലാവരുടെയും ഫോണിൽ ഇത് ഉണ്ടാവുന്നല്ല കേട്ടോ. അതാ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തോളൂ. ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടി. അപ്പൊ നമ്മളിത് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കയറി. നമ്മളിത് ആപ്പ് വഴിയാണത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ആപ്പ് ത്രൂ ആണ് ഇത് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആപ്പാണ്? അതെ. ഓക്കെ, യെസ്. അപ്പൊ ഈ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ വീട്ടില് എൻട്രൻസ് ഓട്ടോമേഷൻ, ഗേറ്റ്, ബയോമെട്രിക് ലോക്ക്, ഡോറിന്റെ, പിന്നെ അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. എല്ലാ സ്വിച്ചസും ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി സെൻസേഴ്സ്, സ്മോക്ക് സെൻസർ, ഡോർ സെൻസർ, അതുപോലെ തന്നെ ഗ്യാസ് ലീക്ക് ഡിറ്റക്ടേഴ്സ്, അങ്ങനെ കംപ്ലീറ്റ്ലി ഈ വീട്ടുകാരെ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു അഡീഷണൽ സേഫ്റ്റിയും കൂടെ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം ഒരു ഡോർ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ആപ്പിൽ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആരൊക്കെ മെയിൻ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അതും ബയോമെട്രിക് ലോക്കിൽ ആരൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അങ്ങനെ കംപ്ലീറ്റ്ലി അതിന്റെ ഒരു ഫുൾ വീടിന്റെ മോണിറ്ററിങ് അവരില്ലെങ്കിൽ പോലും എപ്പോഴും നമ്മുടെ ഓണറുടെ കയ്യിലായിരിക്കും. ഇപ്പൊ നമ്മളിതിപ്പോ ഫോൺ ആപ്പ് വഴിയാണ് ഗേറ്റ് തുറന്ന് കയറിയത്. അതെ, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും? നമുക്ക് റിമോട്ട് ഉണ്ട്. റിമോട്ട് കൂടാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, ഒരു പുഷ് ബട്ടൺ സ്വിച്ചും ഉണ്ട്. 3 രീതിയിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കോളിംഗ് ബെൽ സെറ്റപ്പ് വരെ കോളിംഗ് ബെൽ ഉണ്ട്. ഇതെല്ലാം തന്നെ ടച്ച് സ്വിച്ചസ് ആണ്. സോ മറ്റേ നമ്മുടെ നോർമൽ ടിക് ടാക് സ്വിച്ചസിന് പുറമെ ഇപ്പോഴത്തെ മോഡേൺ ടച്ച് സ്വിച്ചസ് ആണ് എല്ലാം തന്നെ. ഒറ്റ ക്ലിക്കിൽ നമ്മുടെ സെയിം ഫോണിലെ സെയിം അതേ ടച്ചിന്റെ സെൻസിറ്റിവിറ്റി. ഓക്കെ, ഫൈൻ. ഇപ്പം വീട്ടിൽ ഒരൊറ്റ ലൈറ്റ് ഇല്ല, മൊത്തം രാത്രി ആയിട്ടില്ല, എങ്കിൽ പോലും നമുക്ക് എല്ലാ ലൈറ്റുകളും ഓൺ ആയി കാണിക്കാം. ഇപ്പം നമുക്ക് ഈ ഫോൺ വഴി ആപ്പ് വഴി എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്യാം അല്ലേ? നമുക്ക് എല്ലാ സ്വിച്ചുകളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ? എല്ലാം ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിപ്പം ഇവിടെ ഡൗൺ ഫ്ലോറിലായിരിക്കും ഇതിന്റെ താഴത്തെ ലൈറ്റുകളെല്ലാം തന്നെ. ടോപ്പ് ഫ്ലോറിലെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും. അപ്പം ഓണർക്ക് മുകളിലും താഴെയായിട്ട് കയറേണ്ട കാര്യമില്ല. ഫോണിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇത് കംപ്ലീറ്റ് ഓൺ ആക്കാം. ഇനി അതല്ലേ ഇപ്പൊ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ഓൺ ആക്കാം. ഇൻഡിവിജ്വലി നമുക്ക് ആപ്പിൽ ഓരോന്നും ഓരോ റൂംസിലുണ്ട്. അപ്പൊ ആ ഓരോ റൂംസിൽ ഓരോ സ്വിച്ച് നമുക്ക് സ്വിച്ച് ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും.
സെക്കൻഡ് കൊണ്ട് പരിപാടി ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി. ഇത്ര ഇപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ പിന്നെ മേലെ കയറിപ്പോയി അത് ഓഫാക്കി തിരിച്ചു വന്ന് ഈ റൂമിൽ കയറി വരുമ്പോഴത്തേക്ക് വളരെ സൗകര്യമുള്ള പരിപാടിയാണ്. കാരണം ഈ ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളാണെങ്കിൽ ഈ ഹോം ഓട്ടോമേഷൻ എത്രത്തോളം അവരെ സഹായിക്കുന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. കേട്ടോ, ഇത് ഈവനിങ്ങിൽ കാണാൻ നല്ല രസമുള്ളൊരു വീടും കൂടിയാണ് കേട്ടോ. ലൈറ്റിങ്ങിന് നല്ല പ്രാധാന്യം കൊടുത്ത് ചെയ്തിട്ടുള്ള വീടാണ്. മാത്രമല്ല ഒരുപാട് തേക്കിൻ്റെ അല്ലേ, തേക്ക് മരം കൊണ്ടാണ് വീടിൻ്റെ പല ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവൻ പില്ലറാണെങ്കിലും വാളാണെങ്കിലും ഒരുപാട് ഏരിയ അല്ലേ. ഒത്തിരി ഭാഗങ്ങൾ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രത്യേകതയുള്ളൊരു വീട് കൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്വിച്ച് ബോർഡുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് 1 ടച്ച് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഈ സ്വിച്ചിൽ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് ലൈറ്റിന്റെ എക്സ്റ്റേണൽ ലൈറ്റ്സിന്റെ ഔട്ട്സൈഡ് ലൈറ്റ്സിന്റെ എല്ലാം തന്നെ ഈ ഒരൊറ്റ സ്വിച്ചിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. സോ ഇതൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലൈറ്റ്സ് കംപ്ലീറ്റ് ഓൺ ആകും. സിംഗിൾ ഇതിൽ നമ്മൾ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ ഒരു ഒറ്റ ക്ലിക്കിൽ ഇത് ഓഫ് ആകുമ്പോൾ കംപ്ലീറ്റ് സ്വിച്ച് ലൈറ്റ്സ് എല്ലാം തന്നെ ഓഫായി. അതെ, കൊള്ളാം പരിപാടി. ഇപ്പം ഈ വീടെന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റ് ഓറിയന്റഡ് ആണ്. കാരണം എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഒരു വുഡൻ വാൾസ് ആണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്, വൈറ്റ് വാൾസ് അല്ല. അതെ, കംപ്ലീറ്റ് വുഡാണ്. കംപ്ലീറ്റ് വുഡാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ലൈറ്റിന് ഓരോ ഇതായിരിക്കും പ്രാധാന്യമായിരിക്കും ഉണ്ടാവുക. അതെ അല്ലേ, ഇപ്പം ചില പ്ലേസിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് വീടുകളിൽ ലൈറ്റ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യില്ല ആയതുകൊണ്ട്. അതെ, സിംഗിൾ ലൈറ്റിൽ ഒരു റൂം മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് കഴിയില്ല. ഇനി നമ്മൾ മെയിൻ ഡോർ ഓട്ടോമേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ. ഇവിടെ ബയോമെട്രിക് ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ ഈ ലോക്ക് ഫിക്സ് ചെയ്യാൻ നേരത്ത് പല മോഡൽസ് ലോക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന സ്പേസ് എന്ന് വെച്ചാൽ ഈ ഒരു സ്പേസിനുള്ളിൽ, അതായത് ഈ ഒരു ഡിസൈനിന്റെ ഉള്ളിൽ ഇത് ആപ്റ്റ് ആകുന്ന രീതിയിൽ ഉള്ളൊരു ലോക്കായിരുന്നു നമുക്ക് വേണ്ടിയത്. അപ്പം അതാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇതിനകത്ത് ചെറിയൊരു സ്പേസേ വേണ്ടി വന്നുള്ളൂ. അതെ, ഓക്കെ. ഇപ്പൊ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും? ഫിംഗർ പ്രിന്റ് നമുക്ക് നോർമൽ ബയോമെട്രിക് ലോക്ക് തന്നെ, അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഫിംഗർ പ്രിന്റ്, നമ്പർ, അതുപോലെ തന്നെ കാർഡ്, പിന്നെ കീ, അതുപോലെ തന്നെ ഫോൺ ത്രൂ. അപ്പം അങ്ങനെ 5 രീതിയിൽ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാം അല്ലേ. ഇനി അകത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അകത്തേക്ക് വരുമ്പോഴത്തേക്കും വലിയൊരു പ്രെയർ സ്പേസ് പോലെ, ഒരു അമ്പലത്തിന്റെ നട തുറന്ന പോലെ അല്ലേ, ക്ഷേത്രത്തിന്റെ നട തുറന്ന പോലെ കുറെ വിഗ്രഹങ്ങളും പൂജാ സ്പേസ് ആണല്ലേ. കംപ്ലീറ്റ് വുഡാണ് വന്നിരിക്കുന്നത് അവിടെ. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ബ്രോ. ഇപ്പൊ നമ്മളൊരു വീട്ടില് നമ്മളിപ്പോ താമസം തുടങ്ങിയിട്ട് 2 വർഷം ആയി കഴിഞ്ഞാലും ഈ സ്വിച്ച് പോയിന്റ്സ് എവിടെയാ എങ്ങനെയാന്നുള്ള കൃത്യമായിട്ട് പലർക്കും പല ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളൊരു ഹൗസ് വാമിംഗ് കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നത് സ്വിച്ചസ് എല്ലാം തന്നെ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് മിങ്കിളായി വരാനുള്ള ഒരു ടൈം, അത് കുറച്ച് പാടാണ്. അതെ, എനിക്കുണ്ട് ആ പ്രശ്നം, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ഒരുപാട് വീടുകൾ ഹോം ടൂർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുള്ള പ്രശ്നം കൂടെയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ പ്രശ്നപ്പെടുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അല്ലേ. അതെ, ഇതിപ്പം നമുക്ക് ഓഫായിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ അതേതാണെന്ന് മാത്രം നോക്കി ചെയ്താൽ മതി അല്ലേ. അതെ, നമുക്ക് അതെല്ലാം അറിയാൻ പറ്റും. ഇൻഡിക്കേഷൻ നമുക്ക് വേറെ ലൈറ്റിൽ ഉണ്ട്. അതെ, അതുപോലെ തന്നെ അത് മാത്രമല്ല, നമുക്ക് ഇപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് ഓട്ടോമേഷന്റെ, ചിലര് ആ ഒരു വീട് പണിയുന്ന ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഓട്ടോമേഷനോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിലർ അത് കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈനലൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ആ ഒരു രീതിയിലാണ് കിട്ടിയിരുന്നത്. ഓൾമോസ്റ്റ് വർക്ക് ഒരു ഹാഫ്, ഒരു സ്ട്രക്ചർ വർക്ക് അല്ലെങ്കിൽ വയറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇൻറ്റീരിയറും ഏറെക്കുറെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴാണ് ഓട്ടോമേഷൻ്റെ ഇതിൽ ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ഒരു നമ്മുടെ വയർലെസ് ഓട്ടോമേഷന്റെ ഒരു ഇതായതുകൊണ്ട് അതൊന്നും തന്നെ നമുക്കൊരു ഇഷ്യൂ അല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഇവിടെ വയർലെസ് ഓട്ടോമേഷൻ ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയറിംഗ് ടൈമിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് യാതൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പഴയ വീടാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ഓട്ടോമേഷൻ ചെയ്യാം. അതെ, ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഒരു വൈഫൈ ഉണ്ടായാൽ മാത്രം മതി. ഈ വീട് ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം വുഡ് എലമെന്റ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, പല ഡിസൈനിൽ നന്നായിട്ട് വർക്ക് എടുത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അതെ, അത് എല്ലായിടത്തും കാണാൻ പറ്റും. വുഡിന്റെ നന്നായിട്ട് തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വുഡ് ആയതുകൊണ്ട് തന്നെ സ്വിച്ചസ് എല്ലാം തന്നെ ബ്ലാക്ക് ആണ്, വുഡിന് മാച്ച് ആകുന്ന രീതിയിൽ ബ്ലാക്ക് ടൈപ്പ് സ്വിച്ചസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് അജയ് ബ്രോ, നമസ്കാരം. ഈ വീട്ടിലെ ഇളം തലമുറക്കാരനാണ് അല്ലേ. ഇവര് ഇവിടെ ഭയങ്കര അജയ് ഹാച്ചറി അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇവർക്കുണ്ട്. എല്ലാവർക്കും അറിയാം, പത്തനംതിട്ടക്കാർക്ക് റാന്നിക്കാർക്ക് പ്രത്യേകിച്ച് അറിയായിരിക്കും. അപ്പം ഇവരുടെ ഈ വീട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. നല്ലൊരു അടിപൊളി വീടുമാണല്ലേ, ഫുള്ള് ടീക്ക് വുഡൊക്കെ ഉപയോഗിച്ച് എല്ലാവരും നോക്കി നിന്ന് പോകുന്നൊരു സെറ്റപ്പിലുള്ള ഒരു ഗംഭീര വീടാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ വീടിന്റെ സെക്യൂരിറ്റിക്കൊക്കെ ഈ ഓട്ടോമേഷൻ സംഗതി നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ടോ? അതെ, ഇപ്പം സ്മോക്ക് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ഗ്യാസ് ലീക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഉപയോഗമാണ്. നമുക്കറിയാൻ പറ്റും മുൻകൂട്ടി.
അതെ അല്ലേ? അത് കുറേ അപകടങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. അതെ അതെ. ഇതിപ്പോൾ ഈ വീട്ടിലെ കിച്ചണാണ്. നമ്മൾ ഇവിടെ ഈ ഒരു ഇതാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്ന ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ, ഇവിടെ സെക്യൂരിറ്റിയുടെ പാർട്ടായിട്ട്. ഇവിടെ നമുക്ക് ഇതിൽ ഗ്യാസിന്റെ എന്താ ലീക്കേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യുകയും നമ്മുടെ ഫോണിലൊരു അലാറമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. പണി വരുന്നുണ്ട് അവർ അച്ചാന്നൊരു സാധനം അതെ അതെ കിട്ടുകയും ചെയ്യും. അതെ. ഓക്കെ. അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. സ്മോക്ക് ഡിറ്റക്ടർ നമ്മൾ ഇതിന്റെ ടോപ്പിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ. അതെ. ഓക്കെ. എന്തെങ്കിലും ഒരു ഫയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അൺവാണ്ടഡ് സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത്, അതെ, ഒരളവിൽ കൂടുതൽ സ്മോക്ക്, ഇപ്പം കിച്ചൺ ആയതുകൊണ്ട് ഒരുപാട് സ്മോക്ക് എന്താ ഈ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലുണ്ടാകും. അപ്പോൾ അതിന് ഒരു എമൗണ്ടിൽ കൂടുതൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അതും നമുക്ക് നോട്ടിഫിക്കേഷൻ പോലെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അപ്പർ ലിവിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അപ്പർ ലിവിങ്ങിൽ അത് ഓഫ് ആയിട്ടുണ്ട്. ഒറ്റ സ്വിച്ചിൽ ഓഫായി. അതെ. ഓൺ ആക്കണമെങ്കിൽ, ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ സെയിം അതുപോലെ തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രോ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റിയ എന്തും നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അതെ. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ എന്താണോ റിക്വയർമെന്റ് അതനുസരിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. ചിലർക്ക് ഗാർഡനിന്റെ ഇതായിരിക്കാം, അത് നമ്മളത് ചെയ്ത് കൊടുക്കും. ഇനി അതല്ല ചിലർക്ക് മോട്ടർ നമ്മുടെ ടാങ്കിലേക്ക് ഓവർഫ്ലോ ചെയ്യാതിരിക്കുക, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ചിലർക്ക് എക്സ്റ്റേണൽ ലൈറ്റ്സ് മാത്രമായിട്ടായിരിക്കും, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ എന്താണ് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇലക്ട്രിക്കിൻ്റെ ഇതിൽ, അത് നമ്മൾ സൊല്യൂഷൻ അതിനെ കണ്ടെത്തിയിരിക്കും. അതെ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എത്ര ബഡ്ജറ്റ് മുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ അത് റിക്വയർമെന്റ് പ്രകാരമാണ്, കസ്റ്റമറുടെ റിക്വയർമെന്റ് ആണ് ഈ ഓട്ടോമേഷൻ്റെ ഇതിനകത്ത് ബഡ്ജറ്റിനെ ഫിക്സ് ചെയ്യുന്നത്. അതെ. അതായത് ഒരു 20,000 രൂപ മുതൽ 20 ലക്ഷം വരെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഓരോ റിക്വയർമെന്റും ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റിന്റെ ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 മുറി വീടാണെങ്കിൽ എനിക്ക് ഒരു 1 ലാഖിന് താഴെ 1 ലാഖിന് താഴെ നിൽക്കുന്നത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ. യെസ്. അപ്പം ഇതാണ് ടെക്സ്വൻ ഹോംസ് ചെയ്യുന്ന ഓട്ടോമേഷൻ വർക്കുകൾ അല്ലേ? അതെ. യെസ്. ഓൾ കേരള ചെയ്യും. ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ സർവീസിന്റെ കാര്യത്തിലെല്ലാം തന്നെ ബെസ്റ്റ് ആണ്. യെസ്. അപ്പം ടെക്സ്വൻ ഹോംസിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഓട്ടോമേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ, കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരാം. ഓക്കെ. അപ്പോൾ ബ്രോ ഒരു ബൈ പറഞ്ഞേരെ. ബൈ.